Hi friends, welcome back to my channel Teachers Cafe. Teachers Cafe il innu nammal undakkan pogunnathu valare eluppathil namukku pettannu oru breakfast engane thayarakki edukkam ennaanu. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 മിനിറ്റ് തികച്ച് വേണ്ട, മാത്രമല്ല ഒരു കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് മുട്ട കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ടയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 മുട്ട. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. കാച്ചിയ പാലല്ല, 2 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിലാണ് പിന്നീട് ചേർക്കേണ്ടത്. അപ്പം അങ്ങനെ ഓയിലും ചേർത്തു. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ സ്വല്പം ഒരു ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, ജസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും. അതിനുശേഷം 1 കപ്പ് മൈദയും കൂടിയാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഈ മൈദ നന്നായിട്ട് അരിച്ചെടുത്ത മൈദയാണ്. അപ്പോൾ ആ മൈദ കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാവ് കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോ ജാറിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സോ അങ്ങനെ അടിച്ചെടുത്തതാണിത്. വളരെ നന്നായിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ നന്നായിട്ട് അടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു ബൗളിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കൃത്യമായിട്ടുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീരെ ലൂസല്ല എന്നാൽ തീരെ കട്ടിയല്ലാത്തൊരു പരിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകത്തിനുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്, കംപ്ലീറ്റ് ആയിട്ടും ചേഞ്ച് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചേഞ്ചായി ചെറിയ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങണം. ആ ബബിൾസ് വന്നതിന് ശേഷമാണ് നമ്മളിത് മറിച്ചിടേണ്ടത്. അപ്പം നമുക്കിതാ ഇതിൽ ബബിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ബബിൾസ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് വെന്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മധുരം കൂടി ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇത് മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. താങ്ക്